ഓപ്പറേഷൻ തൂഫാനിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 8109 കേസുകളാണ്. ഇതുവരെ 6657 ഗ്രാം MDMA-യും 738 കിലോഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. MG പ്രതീഷ് ചേരുന്നു. പ്രതീഷ്, ഓപ്പറേഷൻ തൂഫാൻ ജില്ലകൾ തോറും പ്രത്യേകിച്ച് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ സഹകരണം കൂടി ഉറപ്പാക്കിക്കൊണ്ട് മുന്നേറുകയാണ്. ഇപ്പോൾ നിലവിലെ ഈ ഒരു മുന്നോട്ട് പോക്ക് എങ്ങനെയാണ്? കൂടുതൽ കേസുകളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? റോഷ്നി, പുതിയ സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെ ലഹരി മാഫിയക്കെതിരെ തുടങ്ങിയ ഓപ്പറേഷൻ തൂഫാൻ അതിന് വലിയ സ്വീകാര്യതയാണ് സംസ്ഥാനത്ത് ഉടനീളം ലഭിക്കുന്നത്. ലഹരിയുടെ ഒഴുക്കിനെ തന്നെ തടയാൻ ഓപ്പറേഷൻ തൂഫാന് കഴിഞ്ഞു എന്നതാണ് പ്രധാനമായും കണക്കുകൾ ഉൾപ്പെടെ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്ന കണക്കുകളുടെ എണ്ണം വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. റോഷ്നി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുവരെ 8109 കേസുകളാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ 8721 അറസ്റ്റുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഉൾപ്പെടെ ഇതിൽ ഉൾപ്പെടുന്നു എന്നതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഈ പിടിച്ചെടുത്ത ലഹരി വസ്തുക്കളിലേക്ക് വന്നാൽ 6657 ഗ്രാം MDMA ആണ്, അതായത് മാരക മയക്കുമരുന്നാണ് സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പിടിച്ചെടുത്തിട്ടുള്ളത്. 738 കിലോഗ്രാം കഞ്ചാവ് സംസ്ഥാനത്ത് പിടിച്ചെടുത്തിട്ടുണ്ട്. 4634 ഗ്രാം ഹാഷിഷ് ഓയിലാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പിടിച്ചെടുത്തത്. ഇന്നലെ മാത്രം 46 പേരെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു എന്നതാണ് ആഭ്യന്തര വകുപ്പിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്ന കാര്യം. പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് ലഹരി കച്ചവടം നടത്തുന്നവർ, ലഹരിയുടെ ഉറവിടം, ഇതുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും പരിശോധന നടത്തുന്നത്. പോലീസിന്റെയും എക്സൈസിന്റെയും ഉൾപ്പെടെ സംയുക്തമായ പരിശോധനയും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. എന്തായാലും ഈ പദ്ധതി നടപ്പിലാക്കിയതിന് പിന്നാലെ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ലഹരി കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ലഹരി സംഘങ്ങൾ സംസ്ഥാനത്ത് ഇപ്പോഴും നിരവധി ഉണ്ട് എന്ന് കൂടി ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും ഈ പദ്ധതി ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ട് പോകാനാണ് ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം. ഈ പ്രധാനമായും നിലവിൽ ഇപ്പോൾ ലഹരി കച്ചവടം നടത്തുന്നവരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. ഇതിന്റെ ഉറവിടം കൂടി തേടി വ്യാപകമായ പരിശോധന നടത്താൻ കൂടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. റോഷ്നി, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.